ഞാന് ബാലരാമപുരത്ത് പോവാ സെറ്റ് എടുക്കാൻ. ഇതിനാണോ ആദ്യം പൊങ്കാലയൊക്കെ വരുമല്ലേ, പൊങ്കാലയ്ക്ക് പുതിയ തുണി എടുക്കണം എന്നൊക്കെയാണ് പുതിയ സെറ്റോ പുതിയ ഡ്രസ്സൊക്കെ വേണമെന്നാണ് പറയപ്പെടുന്നത്. പണ്ടൊന്നും അങ്ങനെ ഇല്ലായിരുന്നു ആ കല്ല്. പക്ഷെ ഇപ്പം എല്ലാവരും പുതിയതൊക്കെ എടുത്തോണ്ടാ പോകുന്നത്. അല്ലെങ്കിൽ നല്ലപോലെ അലക്കി തേച്ചാണ്. അലക്കി തേക്കുന്ന അലക്കുകാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാ പ്രാവശ്യവും ഓരോ പുതിയ സെറ്റൊക്കെ എടുക്കുന്നത്. പൊങ്കാലയ്ക്ക് ഒരു പുതിയ സെറ്റ് മിക്കവാറും അലക്കി തേക്കുന്നതിനൊക്കെ ലാഭം പുതിയത് വാങ്ങിക്കും. അത് ശരി. അലക്കി തേക്കാൻ ലാഭവും അതെ. ഇപ്പൊ അലക്കി തേപ്പാരെ കിട്ടാനും ഇല്ല. നമ്മൾ തന്നെ നനച്ച് കൊടുത്ത് തേപ്പിക്കാനേ ഒക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഡ്രൈ ക്ലീൻ ചെയ്യണം, അതിനേക്കാൾ നഷ്ടമാണ്. അപ്പം അതൊക്കെ നിൽക്കട്ടെ. ഞങ്ങൾ സാധാരണ തുണി എടുക്കാൻ സെറ്റ് എടുക്കുന്ന ബാലരാമപുരത്ത് നിന്നാണ് കൂടുതലും. എന്ന് വെച്ചാൽ അവിടെ നെയ്ത്തും കൂടെ അവിടെ തന്നെയുള്ള കടകളുണ്ട്. അപ്പം അങ്ങനെ എടുത്ത് പോയി എടുക്കുന്നത്. ഞങ്ങൾ എല്ലാ പ്രാവശ്യം എടുത്തോണ്ട് കടയിലല്ല ഇപ്രാവശ്യം പോകുന്നത്. ഇപ്രാവശ്യം നെയ്ത്തൊക്കെ പഠിപ്പിക്കുന്ന ഒരു കട, അവിടെ തന്നെ നെയ്യുകയും നെയ്ത്ത് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന കൈത്തറിയുടെ, അതായത് ഹാൻഡ്ലൂം, പ്യുവർ ഹാൻഡ്ലൂം മാത്രം കിട്ടുന്ന ഒരു കടയുണ്ടെന്ന് ഞാനിങ്ങനെ അറിഞ്ഞു വെച്ച് അങ്ങനെ അങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങിയതാണ്. അത് ഹാൻഡ്ലൂം പ്രൊഡ്യൂസർ കമ്പനി, ഇങ്ങനെയാണ് അതിൻ്റെ പേര് കേട്ടത്. ഞങ്ങൾ ലൊക്കേഷനൊക്കെ ഇട്ടുണ്ട് അങ്ങോട്ട് പോകാൻ ഇറങ്ങിയാണ്. ഇപ്പോൾ ഞങ്ങൾ ഫോണിനകത്ത് ലൊക്കേഷൻ ഇത്രയും കഴിഞ്ഞിട്ടാണ് ലൊക്കേഷൻ ഓൺ ചെയ്യാൻ. ഫോണിനകത്താണ് ലൊക്കേഷൻ ഇട്ടേക്കുന്നത്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ലൊക്കേഷന് നോക്കി പോകാനായിട്ട്. ബാലരാമപുരത്ത് നിന്ന് പിന്നെ എങ്ങോട്ട് വേണമെന്ന് പറയാൻ. ഇവിടുന്ന് വേണ്ട അരമണിക്കൂർ കൂടുതൽ യാത്രയുണ്ടെന്നാണ് പറയപ്പെടുന്നത് അവിടെ. അപ്പം എന്തായാലും നമുക്കിനി ബാക്കി കഥകളും കാഴ്ചകളും അവിടെ ചെന്നിട്ട് കാണാം. ചെന്ന് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പിന്നീട് അഭിപ്രായം പറയാം. അങ്ങനെ മോൻ്റെ അടുക്കലായിരുന്നു. അപ്പോൾ അവിടെ നിന്നുണ്ട് കടക്കൂട്ടത്തായിരുന്നു. അവിടെ നിന്ന് എളുപ്പമുണ്ടല്ലോ പോകാൻ. അങ്ങനെ ഞങ്ങൾ പോവുക. തിരിച്ച് ചിലപ്പോൾ അങ്ങ് നേരെ നാട്ടിലോട്ട് പോയെന്നിരിക്കും. അവിടെ നിന്ന് ഇറങ്ങുന്ന സമയം പോലെ ഇരിക്കും. അപ്പം നമുക്കിനി ബാക്കി കഥകൾ അവിടെ ചെന്ന് അവിടുത്തെ കാഴ്ചകളും കഥകളൊക്കെ അറിഞ്ഞിച്ച് എങ്ങനെയുള്ള അഭിപ്രായം ഞാൻ പറയാം. ഞങ്ങളങ്ങനെ ലൊക്കേഷൻ ഇട്ട് എൻ്റെ കൈത്തറിക്കട എന്നുള്ള ബോർഡ് ആ സൈഡിലുണ്ട്. നമ്മൾ ബാലരാമപുരത്ത് നിന്ന് നെയ്യാറ്റിൻകരയ്ക്ക് പോകുന്ന റോഡിൽ എൻ്റെ 100 മീറ്റർ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ റൈറ്റ് സൈഡിലായിട്ട് കൈത്തറിക്കട എന്ന ബോർഡുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ശ്രീപത്മനാഭൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അതിൻ്റെ കൂടെ പഴയ പെട്രോൾ പമ്പുണ്ട്. ഞങ്ങളവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവിടെ വന്നിട്ട് അതിൻ്റെ താഴത്തെ നില എൻ്റെ മണവാട്ടി സിൽക്സ് എന്ന് പറഞ്ഞ കൊച്ചു കട ഇവിടെ കാണാം. അതിൻ്റെ സൈഡിൽ കൂടെ എൻ്റെ ഈ സ്റ്റെപ്പ് കയറി മേളിൽ ചെല്ലുമ്പോഴാണ് ഈ നമ്മൾ പറഞ്ഞ കൈത്തറിക്കട. അതിൻ്റെ മേളിൽ തന്നെ നെയ്ത്തുശാലയും അത് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമുക്കിനി അതിനകത്തൊന്ന് കയറി അവിടുത്തെ വിശദമായ വിവരങ്ങൾ അവരോടൊക്കെ തന്നെ ചോദിച്ച് മനസ്സിലാക്കി വരാം. ഇത് ഞാൻ പലയിടത്തും പല വീഡിയോയിലും കണ്ട് അന്വേഷിച്ച് പിടിച്ച് വന്നതാണിത്. അതിനകത്ത് അതിൻ്റെ അതെങ്ങനെയൊക്കെയാണ് കടയെന്നൊക്കെ നമുക്ക് നോക്കാം. നോക്കി അതിൻ്റെ അകത്തെ കാര്യങ്ങളൊക്കെ അവരോട് തന്നെ ചോദിച്ച് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി ഞാൻ നിങ്ങളുമായിട്ട് അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഞങ്ങൾ ഇനി കടയ്ക്കകത്തോട്ടൊന്ന് കയറാം. നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അവരോട് തന്നെ ചോദിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാം. ഇതെങ്ങനെയാന്ന് പറഞ്ഞത്? ഇതിലുപയോഗിക്കുന്ന നൂല് 2 ടൈപ്പുണ്ട്. ഉണക്കുവാവെന്നും മിൽപ്പാവെന്നും പറയും. ഉണക്കുവാവെന്ന് പറയുമ്പം ബാലരാമപുരത്ത് ചെയ്യുന്ന പണ്ടത്തെ പരമ്പരാഗത രീതി ചെയ്യുന്ന രീതി ഇപ്പോൾ പ്രോസസ്സിങ് മെത്തേഡാണ്. അതെങ്ങനെയാണ്? അതെന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം രാവിലെ ഒരു 2:30-3 മണിക്ക് അവർ ഇതിൻ്റെ ഈ നൂല് ഉണക്കാൻ്റെ പ്രോസസ്സ് തുടങ്ങും. ചെറിയ ഒരു മരിച്ചിനി പശ, വെളിച്ചെണ്ണ, അരിമാവിൻ്റെ പശ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അത് സ്റ്റാർച്ച് ഉണ്ടാക്കിയിട്ട് ഈ നൂലിൽ തേച്ച് പിടിപ്പിക്കുന്നത്. അത് സൂര്യൻ നിൽക്കുന്ന മുമ്പായിട്ട് അത് തീർക്കുകയും വേണം. അത് ശരി. എങ്കിൽ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി കിട്ടും. അത് ഉണക്കുവാന്ന് പറയും. അത് കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും, നമുക്ക് കാലങ്ങളോ യൂസ് ചെയ്യാൻ പറ്റും. ഇത് വന്നിട്ട് മിൽപ്പാന്ന് പറയും. മിൽപ്പ ഇതിൻ്റെ നൂല് പ്രോസസ്സിങ് പറഞ്ഞത് മെഷീനിലാണ് നൂല് പ്രോസസ്സ് ചെയ്യുന്നത്. ഇതിൽ സ്റ്റാർച്ച് ഉപയോഗിക്കുന്നത് കൊഴുപ്പായിരിക്കും ഉപയോഗിക്കുന്നത്. മറ്റേത് അതല്ല, നാച്ചുറലായിട്ടുള്ള. ഇതാകുമ്പോഴത്തേക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്യാൻ പറ്റും. ഇത് രണ്ടില് നമുക്ക് കൂടുതൽ ഈട് നിൽക്കുന്ന അങ്ങനത്തെ വ്യത്യാസമുണ്ടോ? ഇതിന് മറ്റേതിനെക്കാട്ടിയും കുറച്ച് അല്പം കൂടി ചെറിയൊരു ഹാർഡ്നെസ് ആയിരിക്കും. വാഷ് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് സോഫ്റ്റ് ആയി പോകും. ഇത് അപ്പോൾ ആ വില വ്യത്യാസമുണ്ട്. മറ്റേതിനെക്കാട്ടി ഒരു 50% വില കൂടും. അങ്ങനത്തെ സാധനം ഉണ്ടോ? ഒന്ന് കാണിക്കാനൊക്കെ.
ഇത് വാഷ് കഴിയുമ്പോൾ കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിരിക്കും. ഉണക്കോൽ ഒന്നുകൂടെ സോഫ്റ്റ് ആയിരിക്കും. കുറച്ചുകൂടി സോഫ്റ്റ് ആവും. ഇത് പക്ഷെ അങ്ങനെ ഇതിന്റെ രണ്ടിന്റെ ഇഴയെടുപ്പം വരുമോ പിന്നീട്? നനയ്ക്കുമ്പോൾ ഇഴയെടുപ്പം നമ്മളിത് പശ ഉണ്ട്. ഇത് പശയായി കഴിഞ്ഞാൽ നല്ല സ്റ്റിഫായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇതിലും പശ പിടിക്കും. നനയ്ക്കുമ്പോൾ പശ ഇട്ട് തേച്ചാൽ മതി. ക്വാളിറ്റി വരുന്നത് അതാണ് കുറച്ചുകൂടി ക്വാളിറ്റി വരണം. വില വ്യത്യാസത്തിനനുസരിച്ചുള്ള മാറ്റം വരുന്നുണ്ട്. ഇത് ഒരു പാവിൽ തന്നെ 10-100 മുണ്ട് ചെയ്യാൻ പറ്റും. മറ്റേതെന്ന് പറയുമ്പോൾ 20 മുണ്ട് ചെയ്യാൻ പറ്റും. ഇതിന്റെ നീളമൊക്കെ സെയിം ഇത് തന്നെ ആയിരിക്കും എല്ലാത്തിനും. അപ്പോൾ നമ്മൾ അല്ലാതെ വേണം നീളം കൂടുതൽ പ്രത്യേകം പറഞ്ഞു ചെയ്യിക്കണം. അപ്പോൾ എത്ര നീളം വേണമെച്ചാൽ ആൾക്കാരുടെ സൈസ് അനുസരിച്ച് വേണമെങ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നീളം കൂട്ടി ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വിലയിൽ വലിയ വ്യത്യാസം അത് കൂടുതൽ ഇടാൻ പറ്റത്തില്ലല്ലോ ഒരു ആളിന്. അത് ചെയ്തെടുക്കുന്നതിന്റെ കോസ്റ്റ് വ്യത്യാസം. പോളിഷ് ചേരില്ല, 100% കോട്ടൺ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണ്ട് 200 വർഷങ്ങൾക്ക് മുമ്പ് രാജകുടുംബത്തിന് വേണ്ടി ആണ് ഈ ബാലരാമപുരം കൈത്തറി അത് തുടങ്ങുന്നത്. പിന്നെ ബാലരാമപുരം മഹാരാജാവ് തമിഴ്നാട്ടിൽ നിന്ന് ഒരു 5 ഫാമിലിക്കാരെ കൊണ്ടുവന്ന് ഇവിടെ അതിന്റെ കൈത്തറി അവരെ നെയ്ത്ത് തുടങ്ങിച്ച് അവർക്ക് വേണ്ടി റോയൽ ഫാമിലിക്ക് വേണ്ടി നെയ്ത് തുടങ്ങി. അത് പിന്നെ തലമുറകൾ കൈമാറി ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ ചെയ്ത് പഠിച്ചു അതിൻ്റെ രീതി വന്നു. ഇത് GI പ്രൊഡക്റ്റാണ്, ജിയോഗ്രഫിക് ഇൻഡെക്സ് ഉള്ള പ്രൊഡക്റ്റാണ് ബാലരാമപുരം ഹാൻഡ്ലൂം. അതിൻ്റെതായ വ്യത്യാസം ഉണ്ടാക്കും. കാരണം എന്ന് പറഞ്ഞാൽ GI കിട്ടാൻ കാരണം ഇവിടുത്തെ ക്ലൈമറ്റിൽ നെയ്തെടുത്താലേ ആ ഒരു ക്വാളിറ്റി വരുള്ളൂ. അപ്പം ഇത് കൊണ്ടുവന്നിട്ട് കായംകുളത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ ബാലരാമപുരം കൈത്തറി എന്ന് പറയാൻ പറ്റില്ല. ഇല്ല, നമുക്ക് സാറിന് നമ്മുടെ അവിടെയൊക്കെ ബാലരാമൻ കൈത്തറി തന്നെ വരുന്ന സാധനമുണ്ട്. അത് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. കുറേയെല്ലാം ഇപ്പം വളരെ ഇവിടെ നിന്ന് ഇങ്ങനെ സാധനം മറ്റു സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ പോകുന്നുണ്ടോ? നമ്മളെ ഇവിടെ നിന്ന് സാധനം എടുക്കുന്നുണ്ട്, ഹോൾസെയിലായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. വലിയ വൻകിട ഷോപ്പുകളിലൊക്കെ നമ്മുടെ സാധനമുണ്ട്. പ്രൈസ് വ്യത്യാസമുണ്ട്. പ്രൈസ് നല്ല കൂടുതലായിട്ട് വരുന്നത്. ഇവിടുത്തെ എക്സ്പോർട്ടിംഗ് ചാർജോടെ കൂടുതൽ അതിന്റെ ചാർജ് അതിന്റെ ഡബിൾ പ്രൈസിലേക്ക് ആയിരിക്കും. അത് ശരി. നമ്മളെ ഇവിടുത്തെ ഒരു മുണ്ട് 2000 രൂപ മുണ്ട് പുറത്ത് മാർക്കറ്റ് നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു 3500-4000 രൂപയോളം വില വരും. കരാർക്കടയൊക്കെ പറഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. അവിടെയൊക്കെ പ്രൈസ് നോക്കി അറിയാം, നമ്മുടെ ഡിഫറൻസ് അറിയാം. പക്ഷെ നമ്മൾ അതേ സാധനം തന്നെ കരാർക്കടയിലെ സാധനങ്ങൾക്ക് അവിടെ തന്നെ നെയ്താണ്. അത് ഇവിടുന്ന് ഇവിടുന്ന് തന്നെ നെയ്ത് കൊണ്ടുവന്നാണ് കരാർക്കട കൊണ്ടുവന്നത്. കസവട അങ്ങനെ കൊള്ളത്തല്ലേ ഇവിടുന്ന് പോകുന്നത്. നമ്മൾ ഈ കുത്താമ്പള്ളി എന്ന് പറയുന്ന വേറൊരു സ്ഥലമാണ്. അതെ, അവിടെ നെയ്ത്ത് ഇതുപോലെ തന്നെ ഉണ്ടോ? അവിടെ നെയ്ത്തുണ്ട്, അത് വേറെ മെത്തേഡാണ്. ആ തുണിയിൽ പോളിഷ് ചേരും, ചെറിയ രീതിയിൽ ചേരുന്നുണ്ട്. അപ്പോൾ അതിന് വിലയും കുറവാണ്. ഇതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വില കുറവാണ്. ഇപ്പം ഓൾറെഡി മേളിൽ ഇതുണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെ ഇപ്പം ആളുണ്ടോ? ഇല്ല, അവര് 3 മണി ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് അടച്ചിട്ടേക്കും. റോഡ് പണിയാണ്. വർക്ക് നടക്കും. ഇതുപോലൊക്കെ ഒരു മുണ്ടും ഇതൊക്കെ ചെയ്തു തരണമെങ്കിൽ എത്ര ദിവസം പിടിക്കും? ഇതിന് മുണ്ടും നേരം ചെയ്യണമെങ്കിൽ മുണ്ട് ഒരാൾ ഒരു ദിവസം ഒരു മുണ്ട് ചെയ്യും, നേരിയത് ഒരാൾ നേരില്ല. അങ്ങനെ 2 ദിവസത്തെ 2 പേരുടെ പണിയാണ്. ഒരു ദിവസം അവർക്ക് കിട്ടുന്നത് 400 രൂപയാണ് കൂലി കിട്ടുന്നത്. ഒരു ദിവസത്തെ കൂലി വരുന്നത്. ഇവിടെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞോ? നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ അതിൻ്റെ അത് പറഞ്ഞാൽ പുതിയ ആൾക്കാരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് 45 ദിവസത്തെ ട്രെയിനിങ് എടുക്കും. സമർത്ത് എന്ന് പറയുന്ന സ്കീമുണ്ട്. ഗവൺമെൻറ് സ്കീമാണോ? ഗവൺമെൻറ് സ്കീം. അപ്പോൾ അതുവഴി പുതിയ ആൾക്കാരെ പഠിപ്പിക്കുന്നു. അവർ അത് പഠിച്ചിട്ട് അവർ വീടുകളിൽ സ്വന്തമായിട്ട് തറയിടാൻ വേണ്ടിയിട്ടാണ് പഠിപ്പിക്കുന്നത്. പെട്ടെന്നൊന്നും ഒരു മുണ്ടൊന്നും ആരും ചെയ്യത്തില്ല. ആദ്യം അവർ തോർത്ത് അല്ലെങ്കിൽ ബെഡ്ഷീറ്റ്, ലുങ്കി ഇങ്ങനത്തെ അതൊക്കെ ചെയ്ത് പ്രാക്ടീസ് ആയതിനു ശേഷം മാത്രമേ അവർക്ക് താല്പര്യമുള്ള മേഖലയിലോട്ട് മാറും. മുണ്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഇപ്പം 2 കണ്ണും 2 കൈയും 2 കാലും വർക്ക് ചെയ്താൽ അത്രയും സൂക്ഷിച്ച് ചെയ്താലേ പറ്റുള്ളൂ. ഇപ്പോൾ സ്റ്റുഡൻസ് ഉണ്ടോ പഠിക്കാനും? ഇപ്പം അടച്ചിട്ടേക്കുന്നുണ്ടില്ല. 6 മാസം കൊണ്ട് സ്കീം വരെ ഉള്ളൂ. അപ്പോൾ നെയ്യാനുള്ള ആൾക്കാരോ അല്ലാതുള്ളത്? അല്ലാതെ ആൾക്കാർ വീടുകളിൽ ചെയ്യുന്നത്. വീടുകളിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമ്മുടെ കീഴിൽ തന്നെ ഏകദേശം ഒരു 800ഓളം നെയ്ത്തുകാരുണ്ട്. അപ്പോൾ അവർ വീടുകളിൽ പറയിട്ടിട്ടുണ്ട്. അവിടെ അവർ വീടുകൾ ചെയ്യുന്ന അവരവിടെ നിന്ന് ചെയ്തിങ്ങോട്ട് അവരിവിടുത്തെ ഷെയർ ഹോൾഡേഴ്സാണ്. അതിൻ്റെ പ്രോഫിറ്റും അവർക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നല്ല കസവിൻ്റെ ചെയ്ത സാധനം പണ ഒറിജിനൽ കസവിൻ്റെ ചെയ്തുണ്ടോ? ക്വാളിറ്റി ചെക്കുകളല്ലോ ഉണ്ട്. ക്വാളിറ്റി ചെക്ക് ചെയ്യും. പിന്നെ ഇഴയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തെടുക്കും. ഇത് മുണ്ടാണല്ലേ? ഇത് മുണ്ടാണ്. ഇത് പ്യൂർ കസവാണ്. ഇത് കസവ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് പിന്നീട് ഏതെങ്കിലും കാലം തിരിച്ചു കൊടുത്താൽ വില കിട്ടുന്ന കസവ്. അപ്പോൾ ഇത് ഈ കസവ് നമ്മൾ അല്ലാത്ത കസവിന് തിരിച്ചറിയാൻ എങ്ങനെയാണ്? തിരിച്ചറിയാൻ സാധാരണ ഒരാളിന് കണ്ടാൽ മനസ്സിലാവുന്നു ഇല്ല. മനസ്സിലാവില്ല. പിന്നെ ഇത് ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി. നിറത്തിന്റെ വല്ല വ്യത്യാസങ്ങൾ വരും അതിന്? ചെറിയൊരു വ്യത്യാസം വരും. ആ കളറുള്ള സാരിയാണ്, മുണ്ടാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് മുണ്ട്. സാരി രണ്ട് ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഇത്
7250 പൈസ. അത് കല്യാണ ആവശ്യത്തിനൊക്കെ പോകുന്നതായിരിക്കും അല്ലേ? അല്ലാതെ അല്ലാതെ പോകും. ഫുൾ സ്ട്രൈപ്പാണ്. പാർട്ടി വെയർ ആയിട്ടൊക്കെ അതെ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് പേപ്പർ. ഇത് വിത്ത് ബ്ലൗസാണ്. വിത്ത് ബ്ലൗസാണ്. മറ്റേ ഈ മുംബൈയിലെ കാണിച്ചമുണ്ട് അത് വിത്ത് ബ്ലൗസ്. ഇത് വിത്ത് ബ്ലൗസ് ആണോ? അതിന് കൂടിയതല്ലേ? വിത്ത് ബ്ലൗസ് ആയിരുന്നു. വിത്ത് ബ്ലൗസ്. വിത്ത് ബ്ലൗസ്. ബ്ലൗസ് ഇതിൽ തന്നെ ഉണ്ട്. കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തതാണ്. ഇത് മുണ്ട്. ഇത് സെറ്റ് തന്നെ, സിംഗിൾ സെറ്റ് തന്നെ. സെറ്റും കൊണ്ടാണ്. ഇത് ഫുൾ കൈ കൊണ്ടുള്ള വർക്കാണല്ലോ അല്ലേ? കൈ കൊണ്ട് ചെയ്യുന്ന വർക്കാണ്. ഇത് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഇതൊരു 10-15 ദിവസമെങ്കിലും എടുക്കും വർക്ക് ഇത് ചെയ്തെടുക്കാൻ. ഒരു സെറ്റ് സാരി ചെയ്യാം, ഇത് സെറ്റ് കൊണ്ട് ചെയ്യാം. ഇതിനൊക്കെ ഓരോ ഇഴയും കൈ കൊണ്ട് കോർത്തെടുക്കുന്നത്. ശരി. ആണ് വ്യത്യാസം വരുന്നത്. ഈ ഡിസൈൻ വരുന്നത് കൈ കൊണ്ട് കോർത്തെടുക്കുന്നത്. ഞാൻ അകവും പുറവും ഒരുപോലെ തന്നെ. ഇതിൻ്റെ ഈ പുറവശം നോക്കിയാലും ഇതിൻ്റെ പുറവശം നോക്കിയാലും മറ്റേ മറ്റേതാകുമ്പോഴത്തേക്ക് ഡിസൈൻ വ്യത്യാസം. അകത്ത് നൂലായിരിക്കും കാണുന്നത്. അങ്ങനെ ആയിരിക്കില്ല. അതും പുറം കണ്ട ഒരു പോലേക്ക്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന എല്ലാത്തിനും ഇങ്ങനെ പ്രിന്റ് വരും. അങ്ങനെ തന്നെ വരുമോ? എല്ലാത്തിനും ഈ നൂല് വെച്ചുള്ളതെല്ലാം അങ്ങനെ തന്നെ വരുന്നത്. അല്ല, ജക്കാട് വേറൊരു മെഷീൻ വെച്ചാൽ അത് ചെയ്ത് മാത്രം വ്യത്യാസം കാണുള്ളൂ. അകത്ത് ചെറിയ അതെങ്ങനെ? അത് അത്രയും ഇച്ചിരി കുറഞ്ഞായിരിക്കുമോ? അത് ഇതും പ്രത്യേക മെഷീനിൽ ചെയ്യുന്നതാണ്. ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ട് ചെയ്യുന്നതാണ്. അതും സാധനം കോട്ടുന്നതാണല്ലോ. അകത്ത് ഇത് തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ട് അവിടെ. ജക്കാട് വരുമ്പോൾ വ്യത്യാസം വരും. ഈ ഇരിക്കുന്നതൊക്കെ കൈത്തറിയുടെ തന്നെ ഷർട്ടിന് പറ്റില്ല. ഷർട്ടിനും ടോപ്പിനും ഒക്കെ പറ്റുമായിരിക്കും അല്ലേ? ടോപ്പ് ഉണങ്ങി ചെയ്യാം. ഇതെല്ലാം ഇവിടെ തന്നെ ചെയ്തെടുക്കുന്നതാണ്. ഇതിനൊക്കെ എങ്ങനെ വിലയൊക്കെ മീറ്റർ? ഇത് മീറ്റർ 850 മീറ്റർ വില. വീതി കൂടുതലാണ്. ഷർട്ടിന് സാറിനൊക്കെ ആണെങ്കിൽ 170 മതിയാവും. ടോപ്പിനൊക്കെ എടുക്കുകയാണെങ്കിലോ? ടോപ്പിന് നമ്മൾ സാറിന് 2 ഒക്കെ എടുക്കുന്നത്. 2 മതിയോ? അല്ലേ ഇവിടെ തന്നെ നെയ്യുന്നതാണ്. ലിനൻ ഷർട്ട് അതിൻ്റെ അത് നെയ്യുന്നത് ഇത് നെയ്തെടുക്കുന്നതാണ്. ഇവിടെ തന്നെ ചെയ്തെടുക്കുന്നത്. മാർക്കറ്റ് പ്രൈസ് 2300 രൂപയോളം വില കിട്ടുന്നത്. നമ്മുടേത് 1350 രൂപയാണ് മീറ്റർ പ്രൈസ്. അത് വൈറ്റ് മാത്രമേ ഉള്ളൂ. 86 ലീ ആണ് കൗണ്ട്. ലീ കൗണ്ട് പറയുന്നത് 86. അതിനപ്പം ഇതുപോലത്തെ മീറ്റർ വീതിയുള്ള തുണി തന്നെ. അത് വീതിയുള്ള നീ ഇതൊക്കെ ബെഡ്ഷീറ്റൊക്കെ ഇവിടെ തന്നെ ചെയ്യുന്നതാണ്. ബെഡ്ഷീറ്റെല്ലാം ചെയ്യുന്നത്. അത് സിംഗിളോ ഡബിളോ? ഇത് ഡബിൾ സൈസാണ്. ഡബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അത്രയും ഡബിളിൻ്റെ ഇത് കിട്ടും. അത്ര വരത്തില്ല. സാധാ ഡബിൾ കോട്ട്. ഇതെല്ലാം ഇവിടെ തന്നെ ചെയ്യുന്നത്. ഇവിടെ തന്നെ ചെയ്യുന്നത്. ഇതോ ഈ ടവൽ എങ്ങനെയാണ്? ടവൽ 550. അതല്ല, അത് അതും എല്ലാം ഇവിടെ തന്നെ സർവ്വസാധനം ഇവിടെ തന്നെ ചെയ്യുന്നത്. വീടുകളിൽ ചെയ്യുന്നതാണ്. അവർ ചെയ്ത് ഇവിടെ കൊണ്ടുവരും. ചെയ്തുകൊണ്ടുവരും. നമ്മുടെ ഈ തറിയെ തന്നെ ചെയ്യാനൊക്കെ അത് വിട്ടേൻ തറിയാണ്. ഈ തറിയെ തന്നെ ചെയ്യാം. നൂലിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഒരു അറ്റാച്ച്മെന്റ് വയ്ക്കും. അത് ശരി. ഇങ്ങനെ പൊരുത്ത് അത് നെയ്യുമ്പം തന്നെ അതിങ്ങനെ വരുമ്പോൾ. ഇതെല്ലാം ലുങ്കിയാണ് മേളിരിക്കുന്നത് അല്ലേ? ഇതും ലുങ്കിയാ? അത് ഷർട്ടിൻ്റെ. ഇത് സാധാരണ ഉള്ളതിനെക്കാട്ടി സോഫ്റ്റ് ആയിരിക്കും. മറ്റേ കോട്ടൺ അത് രണ്ടാമത് പ്രോസസ് ചെയ്തിട്ട്. ഇത് 590. മീറ്റർ 590. അതും വീതിയുള്ളത് തന്നെയല്ലേ? ഇത് അല്ല, മറ്റേ ആ വീതി വരില്ല. 44 വരും. മറ്റേത് 50 ഇഞ്ച് വീതി. നല്ല സോഫ്റ്റ് തുണി. സോഫ്റ്റ് രണ്ടാമത് ചെയ്തെടുക്കുന്നത്. ഇത് പരിക്കനായിട്ട് വരണേ. പിന്നെ പ്രോസസ്സിങ് ഹൈദരാബാദിൽ അയച്ച് അവിടെ മെഷീനിൽ പ്രോസസ് ചെയ്തിട്ട് സോഫ്റ്റ്നെസ് ആക്കുന്നു. ഇങ്ങനെ ആക്കി എടുക്കുന്ന നല്ല സോഫ്റ്റ് ആയിരിക്കുന്നു. ഇങ്ങനെ അതും പ്യുവർ കോട്ടൺ തന്നെയാണല്ലോ. പ്യുവർ കോട്ടൺ. ഇതൊക്കെ ഒറ്റമുണ്ടാണോ? കുറഞ്ഞ ടൈപ്പ് എത്ര നോക്കി? അത് 360 രൂപയാണ്. അത് വെള്ള കളറല്ലേ? ഇത് ഒറ്റ മുണ്ടാണ്. ഇത് 530 നല്ല കട്ടി. ഇത് കാണാൻ നമ്മൾ സാറിന് എടുക്കുന്നേക്കാളേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അത് ഇതിങ്ങനെ ബോക്സിൽ വെച്ചേക്കുന്നത്
കൂടുതൽ ചീത്തയാവാതിരിക്കാൻ കണക്ക് വെച്ചേക്കണം. അല്ല ഇതെല്ലാം മുണ്ടാ, ഇതെല്ലാം ഡബിൾ സാറിൻ്റെ ഉണ്ട്. കളർഫുള്ളായിട്ടുള്ള അരയൊക്കെ ഇത് കളർഫുൾ കര പറഞ്ഞു പല കളറിൽ ആ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതൊക്കെ നോക്കിയേ. ഡിസൈൻ ചെയ്ത പോലെ കരകൾ. ഇതെല്ലാം കോടി കളർ മുണ്ടാണ് ബാക്കി ഇരിക്കുന്നത്. ഇത് വൈറ്റ് മുണ്ടാണ്, വൈറ്റ് മുണ്ട്, വൈറ്റ് നൂല് കൊണ്ട് തന്നെ വൈറ്റ് നൂല് കൊണ്ട് തന്നെ ചെയ്യുന്നതാണ്. ബ്ലീച്ച് ചെയ്യാത്തത്, ബ്ലീച്ച് ചെയ്തതാണ്, ബ്ലീച്ച് ചെയ്തതിന് ഇത് ബ്ലീച്ച് ചെയ്തതാണ്. ഇത് ഇവിടുത്തെ മുണ്ടിനെ ബ്ലീച്ച് ചെയ്ത് വൈറ്റ് ആക്കി. അത് ശരി. ഈ കോടി മുണ്ട് ബ്ലീച്ച് ചെയ്ത് ഇതെല്ലാം അങ്ങനെ വരുന്നതാണോ? അല്ല ഇത് അങ്ങനല്ല, ഇത് വൈറ്റ് നൂല് തന്നെ വെച്ച് ചെയ്യുന്ന അവന് അപ്പോൾ കോസ്റ്റ് കൂടും. ഇത് തന്നെ നമ്മുടെ ഇപ്പം 2200 ആണ് നമ്മുടെ പ്രൈസ്. ഇത് കരാർക്കടയിൽ പോയി കഴിഞ്ഞാൽ 4300 രൂപയ്ക്ക് മുകളിൽ വരുന്നത്, ഡബിൾ പ്രൈസ് ആവും. ഇപ്പം ഇവിടെ നമ്മുടെ ബാലരാമപുരത്ത് തന്നെ നെയ്ത്തുള്ള വേറെ കടകളുണ്ടോ? അപ്പം നെയ്ത്തുള്ള വേറെ കടകളില്ല, വീടുകളിൽ വീടുകളിൽ നെയ്ത്തിട്ട് അങ്ങനെ വീടുകളിൽ നെയ്ത്താണോ എല്ലാം കൊണ്ട് കൊടുക്കുന്നത്? അപ്പം ഇത് ഇവിടെ ശരിക്കും കൈത്തറിയുടെ വലിയൊരു ഗ്രാമമാണ്. ബാലരാമപുരം എന്ന് പറഞ്ഞ കൈത്തറി ഗ്രാമമാണ്. ഇപ്പോൾ ആൾക്കാർ ലാഭം കരുതി ഇതിനകത്ത് കുറേ കടകളുണ്ട്. ഇപ്പോൾ കുറച്ച് അല്പം മുളി കയറി അതോട്ട് കയറി കഴിഞ്ഞാൽ ഒത്തിരി കടകളുണ്ട്. അപ്പോൾ അവിടെ മൊത്തം കൈത്തറി എന്ന് പറഞ്ഞിട്ട് ആ ബോർഡ് വെച്ചിട്ട് വിൽക്കുന്നത്. അതിൽ കാണുന്നതെല്ലാം പവർലൂമാണ്. അത് ശരി. തമ്മിൽ തിരിച്ചറിയാം പവർലൂമും മറ്റേ തിരിച്ചറിയാൻ എങ്ങനെയാണ്? ഉപയോഗിക്കുന്നവർക്കറിയാം, പോളിസ്റ്റർ എടുത്ത് നോക്കാം, അത് നോക്കുമ്പോൾ അറിയാം. അല്ലാണ്ട് എങ്ങനെ സോഫ്റ്റ് ആയിരിക്കും ഇതില്ലേ? മുണ്ടെടുത്ത് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ചിലരൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് തൊട്ട് നോക്കി അറിയാൻ പറ്റും. പിന്നെ ഒന്ന് അറിയാൻ പറ്റുന്നത് ഇവിടെ ഈ കുത്തുണ്ടല്ലോ, ഈ കുത്ത് ഈ കൈത്തറിയിൽ മാത്രമേ കാണൂ. പക്ഷെ ഇപ്പോഴും ഇതുപോലുള്ള കുത്ത്, ഈ കുത്ത് പല്ല് കുത്തിയെടുക്കുന്നത് ഇങ്ങനെ അച്ഛൻ, അത് കൈത്തറിക്ക് മാത്രമേ കാണുള്ളൂ. കൈത്തറിക്ക് മാത്രമേ ആ കുത്ത് കാണൂ. പക്ഷെ ഇപ്പോഴേ ഈ കുത്ത് പവർലൂമിൽ ചെയ്യുന്നു, കുത്തിട്ട് വരുന്നു. അതുകൊണ്ട് അതും അറിയാൻ ആവശ്യമില്ല. പിന്നെ കൈത്തറിയിലെ ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മള് നനച്ച് അല്ല കൊടുത്തു കഴിഞ്ഞാൽ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ കര സ്ട്രൈറ്റ് തന്നെ. മറ്റേ പവർലൂം ആകുമ്പോൾ ഒരു നനപ്പ് കഴിയുമ്പോഴത്തേക്ക് ചരിഞ്ഞൊക്കെ നിൽക്കും. അതാണ് ഏറ്റവും വലിയ വ്യത്യാസം. ശരീരത്തിലുണ്ടാകുന്ന വേർപ്പ് സാധാരണ രീതിയിൽ പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് നമ്മളെ തുണിയിൽ പിടിക്കും. നമ്മൾ ഉപയോഗിച്ചിരുന്ന പോളിസ്റ്റർ തുണിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോളിസ്റ്റർ ചേർന്നതാണെന്നുണ്ടെങ്കിൽ അത് നേരെ തിരിച്ച് ശരീരത്തിലോട്ട് തന്നെ പിടിക്കും, നമ്മളറിയില്ല. പക്ഷെ കൈത്തറി ഉണ്ടാകുമ്പോൾ കൈത്തറിയിലാകുമ്പോഴത്തേക്ക് ഇതിൽ പിടിക്കുക എന്നത് വേപ്പറായിട്ട് പോകും, വേപ്പറായി പോകേണ്ട സാധ്യത. നനവ് പറ്റിയ പാടൊന്നും കാണത്തില്ല. അപ്പൊ ഇത് സ്കിൻ ഡിസീസ് ഉണ്ടാവില്ല, അതാവും സ്കിൻ ഡിസീസ് ഉണ്ടാവും. അപ്പൊ ഇതിന്റെ തന്നെ മെഡിസിനൽ ഇതൊക്കെ വരും എന്ന് പറയുന്നത് എങ്ങനെയാ? അങ്ങനെ ചില പരസ്യങ്ങൾ കാണാറുണ്ട് മെഡിസിനലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാ? ഇതാണ് അതിന്റെ പ്രത്യേകത. നമ്മള് വേർപ്പുണ്ട് അസുഖം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല, പ്രത്യേകതയുണ്ട്. അല്ലെങ്കിൽ പല പരസ്യങ്ങൾ കണ്ടിട്ട് മെഡിസിനിലാണ് അത് ഉപയോഗിച്ചാൽ അങ്ങനെ ഗുണം വരും എന്നൊക്കെ പറഞ്ഞിട്ട്, അതുകൊണ്ട് വെച്ചാൽ അങ്ങനെയുള്ള എന്താ കള്ളം പറയേണ്ട കാര്യമില്ല. വ്യവസായ വേർപ്പ് നമുക്ക് എപ്പോഴും നമ്മളറിയില്ല. നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തിൽ നിന്ന് നമ്മളൊരു ഉപയോഗിക്കുന്ന വസ്ത്രത്തിൽ നിന്ന് വീണ്ടും തിരിച്ച് നമ്മുടെ ശരീരത്തിൽ കുടിക്കുമ്പോൾ അതിന്റെ അസുഖം നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. മറ്റേ ഇത് മാറി വരും എന്നുള്ളതാണ് കോട്ടന്റെ പ്രത്യേകത. കോട്ടൺ വസ്ത്രങ്ങളിൽ പ്രത്യേകതയാണ്. പക്ഷെ ആ കോട്ടൺ വസ്ത്രങ്ങളിൽ തന്നെ ഇപ്പം പോളിഷ് ചേർത്ത് ലാഭം കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നു. ഇത് പക്ഷെ നമുക്ക് തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണിത്. ഈ ഇരിക്കുന്ന മാത്രമേ ഉള്ളൂ സെറ്റിന്റെ സാരിയുടെ അല്ലേ? സെറ്റ് സാരി ഒക്കെ അതാണ്. സെറ്റ് മുണ്ട് താഴ്ത്തിരിക്കുന്നത്. ഈ ഇരിക്കുന്നൊക്കെ എന്താ റേറ്റ് വരും? മേലിലിരിക്കുന്ന 3000 ആ ഡിസൈൻ ഉള്ളത് ഇതെല്ലാം റേറ്റിന്റെ വരും. ഇത് 8500. ഗവൺമെന്റ് സബ്സിഡി സ്കീമുകളൊന്നും ഇല്ലേ? നമ്മള് നബാർഡിന്റെ അണ്ടറിലാണ്. നബാർഡിന്റെ ഗ്രാൻഡിലാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. നബാർഡിന്റെ ഗ്രാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇതിനെ അതുമായിട്ട് ബന്ധപ്പെട്ട കൈത്തറിക്കാർക്ക് ബാങ്കുമായിട്ട് സംസാരിച്ച് ലോൺ കൊടുക്കുന്നുണ്ട്. ഗ്രൂപ്പ് ലോണും അല്ലാതെ ഇതിന് പുതിയ തറയിടാനും അതിനുള്ള സബ്സിഡി ലോണൊക്കെ കൊടുക്കുന്നു.
ഞാനിപ്പോൾ ഇത് കുറേ ഇത് ആൾക്കാർ നിർത്തി പോവുകയാണ്. കാരണം അവരെ കൂലി കുറവായതുകൊണ്ട് ലാഭം കുറവാണ്. അങ്ങനെ അതുപോലെ ആൾക്കാർ ഇപ്പം നമ്മുടെ സാധാരണ ഒരാൾ വരുമ്പോഴത്തേക്ക് 350 രൂപ 400 രൂപയ്ക്ക് മുണ്ട് വാങ്ങി പോളിസ് ഉണ്ടായി. അങ്ങനെ അപ്പം ഇത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ 1000 രൂപയ്ക്ക് മുകളിലാവും. അപ്പോൾ അവർ ആൾക്കാർ അതിലോട്ട് ചാടി തുടങ്ങി. അപ്പോൾ അത് മാറിയെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പുതിയ ആൾക്കാരിലേക്ക് വരുന്നുണ്ടോ? പുതിയ ആൾക്കാർ അത്യാവശ്യം ചിലർ വന്നു തുടങ്ങിയിട്ടുണ്ട്. അടുത്ത ജനറേഷൻ ആൾക്കാർ ഒരു 10-20-22 വയസ്സായ പിള്ളേരൊക്കെ അവർ വീട്ടിലും ചെയ്യുന്നുണ്ടോ? അപ്പോൾ അത് ചെയ്യുന്നുണ്ട്. കുലത്തൊഴിലെന്നുള്ള രീതിയിലല്ലല്ലോ ചെയ്യുന്നത്. മുമ്പ് കുളത്തൊഴിലായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇപ്പം ഒരുപാട് അത്യാവശ്യം വീട്ടില് വെറുതെ നിൽക്കുന്നവരും അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. ഒരു തറി സെറ്റ് ചെയ്യുന്ന എത്ര രൂപ വരും? 70,000-80,000 രൂപ. ഇവിടെ ഇപ്പൊ എത്ര തറിയുണ്ട്? നമുക്ക് 5 തറിയുണ്ട്. അതിന് സബ്സിഡി കൊടുക്കും. സ്ഥിരമായിട്ട് ചെയ്യണം. പിന്നെ അവർക്ക് കൂടുതൽ ഇവർക്ക് എല്ലാം അസുഖം വരും. അപ്പൊ അവര് ചിലത് യൂണിഫോം ക്ലോത്തിലോട്ടോ മാറി ഈ മുണ്ട് ഇതൊക്കെ ചെയ്യാതെ യൂണിഫോമിന്റെ വൈറ്റ് ചെയ്യാൻ വേണ്ടി അതൊക്കെ അത് ശരിക്കും അവർക്ക് ഡേഞ്ചറാണ്. അവർക്ക് കുറച്ചുകൂടി സേഫാണ് ചെയ്യാൻ, വർക്ക് ചെയ്യാൻ എളുപ്പമാണ്, നൂല് പൊട്ടി പോകില്ല അങ്ങനെയൊക്കെ. പക്ഷെ അവർക്ക് അതിനകത്ത് പഞ്ഞിയുടെ അംശം കൂടുതൽ വരും. അപ്പൊ അത് ശ്വസിച്ച് ഇവർക്ക് ശ്വാസകോശം അസുഖങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ പറഞ്ഞ് അവയർനെസ് അവർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ മാറുന്നുണ്ട്. അങ്ങനെ മാസ്ക് ഒക്കെ ചെയ്യുന്നില്ല. മാസ്ക് ചെയ്യാൻ പറ്റില്ല. ഇത് ഇങ്ങനെ അടിക്കുന്നുണ്ട്. അവർക്ക് അത് ബുദ്ധിമുട്ടാണ്. വിത്ത് ബ്ലൗസ് അതോ? ഇതൊക്കെ വിത്ത് ബ്ലൗസാണ്. ഇതും അകവും പുറവും ഒരുപോലെ തന്നെയാ. ഇത് മറ്റേ ഇതിലടിക്കുന്നത് ജക്കാർഡിലടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അകത്ത് വ്യത്യാസം. കൈകൊണ്ടടിക്കാൻ ഇത്രയും ഡിസൈൻ ഒന്നും ഒരു പ്രയാസം. ഇത് ഫുൾ ജക്കാർഡിലടിക്കുന്ന ഡിസൈൻ ജക്കാർഡാണ്. എനിക്ക് നെയ്ത്തിന്റെ കൂടെ കാണാം. അടച്ചിട്ടേക്കുന്നുണ്ടോ? ഇനി എനിക്ക് വരുമ്പോൾ കാണാം. അതല്ല, അതായത് 3 മണിക്ക് മുമ്പ് എവിടെ പോയാലും ശരി 3 മണിയൊക്കെ ആകുമ്പോൾ ഒരു നെയ്ത്ത് നടത്തും. രാവിലെ എപ്പോൾ തുടങ്ങും? അത് രാവിലെ 9 മണി, ചില 8 മണിക്ക് തുടങ്ങുന്നുണ്ട്. 8-9 മണിക്കൊക്കെ മാക്സിമം തുടങ്ങിയിരിക്കും. അത് കഴിയുമ്പോൾ ഒരു 3 മണി 2 മണി 2:30 കഴിയുമ്പോഴത്തേ ഇറങ്ങി നിർത്തിയിട്ട് പോകും. ഇത് കസവല്ലേ? കസവില്ല. മറ്റേതിന് അച്ചിരി കസവുണ്ട്. കുറച്ച് കസവില്ല. ഒരു ഇതിന്റെ മുന്താണി കൊള്ളാം. അതല്ലേ കാണാൻ നല്ല ഭംഗിയുണ്ട്. കളർ ഇങ്ങനെ ഇതിന്റെ ബ്ലൗസ് പീസാണ് ഇതല്ലേ? ഈ കളർ മങ്ങത്തില്ല. എന്നും ഇങ്ങനെ എന്നോളൂ. ഇതിന്റെ നൂലൊക്കെ എവിടെ പ്രോസസ്സിങ്? ഇത് സേലമാണ് കൂടുതൽ നൂല് പ്രോസസ്സിങ്. പ്രോസസ് ആയിട്ട് ഇവിടെ വരുമോ? അത് നൂല് പ്രോസസ് ചെയ്യാൻ ഇതിന്റെയൊക്കെ കളർ കൊടുക്കുന്നല്ല അവിടെ നിന്ന് ചെയ്താ വരുന്നേ? കളറൊക്കെ അവിടെ ചെയ്തു തരുന്നത്. പിന്നെ ഇവിടെ ചെയ്യുന്നവരുണ്ട്, ഡൈ ഇവിടെ ചെയ്യുന്നവരുണ്ട്. മുണ്ടിന്റെ നൂലൊക്കെ മറ്റേ കഴി വന്നിട്ട് ഇവിടെ അതിനെ പ്രോസസ് ചെയ്ത് ഇവിടുത്തെ മെത്തേഡാക്കി എടുക്കുക. ഇവിടുന്ന് ഈ ഒരു സെറ്റും ഈ ഒരു പുളിയലക്കര സെറ്റും സിംഗിൾ സെറ്റാണ് എടുത്തേക്കുന്നത്. വിളിച്ച് വീഡിയോ കോള് വന്നാൽ സെലക്ട് ചെയ്തിട്ട് കൊറിയറിൽ അതാണെന്ന് അങ്ങനെ വിളിച്ചാൽ മതി. ഈ നമ്പറിനകത്തുണ്ടല്ലോ അല്ലേ? ഇതിൽ ഏത് നമ്പറാണ്? ഇതിൽ നമ്പർ 8089. ഈ നമ്പർ. പേരെന്താണ്? എന്റെ പേര് ശ്രീകുമാറാണ്. മാർക്കറ്റിംഗ്. അപ്പൊ ഇവിടെ ശരിക്കുള്ള കമ്പനിയുടെ ചെയർമാൻ അവര് ഇവിടത്തെ ഉള്ള ആൾക്കാരാണ്. രാമപുരത്ത് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് നേരെ അങ്ങ് വീട്ടിലേക്ക് പോവാ കേട്ടോ. താമസിച്ചു പോയിട്ട് എന്താണെന്നറിയാമോ? കാരണം ഇനി ഈ ബ്ലൗസ് തയ്ക്കണമെങ്കിൽ ഞാൻ തന്നെ തയ്ച്ചെടുക്കുന്ന ബ്ലൗസാണ്. അപ്പോൾ എനിക്ക് എല്ലാവരും തയ്ക്കുന്ന ഒരു ദിവസം തയ്ക്കുന്നത് നടക്കത്തില്ല. ഞാൻ 2-3 ദിവസം തൊട്ട് പെരുക്കൊക്കെ തയ്ക്കുന്നുള്ളൂ. വീട്ടിലിരിക്കുന്ന സമയം നോക്കി തയ്ച്ച് തീർക്കണം. ഇനി 10 ദിവസം കൂടെ ഉള്ളൂ പൊങ്കാലയ്ക്ക്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് സമയം നോക്കി തയ്ച്ച് തീർക്കണം. അതിന് വേണ്ടിയിട്ട് അതുകൊണ്ടങ്ങ് പോവുകയാണ്. പിന്നെ വീട്ടിലിരിക്കുന്ന സമയത്ത് തയ്ക്കണം. ഇപ്പം അതിലിപ്പോഴും നേരെ അങ്ങ് പോകുന്നില്ലേ? വീട്ടിൽ അവിടെ അവൻ്റെ ഒക്കെ കയറി റെസ്റ്റോറൻറ്റൊക്കെ എൻ്റെ പോകത്തുള്ളായിരുന്നു. അതിന് കഴിഞ്ഞിട്ട് എങ്ങനെ പോകുന്നത്? പിന്നെ അത് പറയുമ്പോഴേ നമ്മൾ പറയാൻ വന്ന കാര്യം, ഞാൻ അവിടെ പോയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ കടകളും ബാലാമാർത്തല്ല എവിടെ കടയിൽ ചെന്നാലും നമ്മൾ തുണികളുടെ ഹാൻഡ്ലൂമും കാണും, പവർലൂമും കാണും. പവർലൂം എന്ന് പറയുന്നത് മെഷീനിൽ ചെയ്യുന്ന സാധനം, മറ്റേ ഹാൻഡ്ലൂം കൈകൊണ്ട് ചെയ്യുന്നത്. ഈ കടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കൊരു സംശയം വേണ്ട, അവിടെ ഇത് മാത്രമേ ഉള്ളൂ, ഹാൻഡ്ലൂം മാത്രമേ ഉള്ളൂ. മറ്റേ കടകളിൽ കയറിയാൽ ഇത് പവർലൂമാണോ ഹാൻഡ്ലൂമാണോ നമുക്ക് സംശയം തോന്നും.
ഇത് അവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ സംശയമേ വേണ്ട. വളരെ കുറച്ച് സാധനങ്ങൾ, ഒരുപാട് അങ്ങ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രീതിയിൽ ഒരുപാട് സാധനങ്ങളില്ല. പല വിലയുടെ ഉണ്ട്, ഒരുപാട് നല്ല വില കൂടിയതും വില കുറഞ്ഞതും ഒക്കെ ആയിട്ട് പല വിലയുടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും പേടിക്കേണ്ട. അവിടെ ഹാൻഡ്ലൂം മാത്രമേ ഉള്ളൂ. നല്ല ഡിസൈനുകളും, ഡിസൈൻ വെച്ചാൽ അങ്ങനെ മറ്റേ പെയിന്റ് ചെയ്തും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പ്രിന്റുള്ളതൊന്നും കിട്ടത്തില്ല. കസവിൻ്റെ തന്നെ, കസവയിൽ തന്നെ അതുപോലത്തെ ഉള്ള അതൊക്കെ വീഡിയോയ്ക്കാൻ ഇട്ടിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ മുണ്ടുകളായാലും കൈലിയായാലും എല്ലാം അവിടെ തന്നെ ചെയ്യുന്ന സാധനങ്ങൾ വിശ്വസിച്ച് നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അവിടെ പോയി ബാലരാമത്ത് തുണി എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഈ കടയിൽ ഒരിക്കലെങ്കിലും ഒന്ന് കയറാൻ നോക്കണം. ഞാനിങ്ങനെ വീഡിയോ കണ്ടിട്ടാണ് അവിടെ പോകാനിരിക്കുന്നത്. എപ്പോഴെങ്കിലും കടയുടെ ലൊക്കേഷനൊക്കെ ഞാൻ അതിനകത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അല്ലെങ്കിൽ ഗൂഗിളിനകത്തിൽ നമ്മൾ തിരുവനന്തപുരത്ത് വന്നിട്ട് ഗൂഗിളിനകത്ത് ബാലരാമ ഹാൻഡ്ലൂം പ്രൊഡ്യൂസർ കമ്പനി എന്ന് ഇട്ട് കൊടുത്താൽ ആ കടയുടെ വാതിക്കെ വാതിക്കൽ ലൊക്കേഷൻ കിട്ടും. നമുക്കവിടെ വണ്ടി പാർക്ക് ചെയ്യാനാണെങ്കിൽ അതിൻ്റെ വാതിക്കൽ സ്ഥലമുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പഴയ വമ്പങ്ങാണ്ട് തോന്നുന്നു, അവിടെ ഇച്ചിരി സ്പേസ് ഉണ്ട്. അവിടെ നല്ല വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോകാം. നിങ്ങളൊക്കെ വലിയ ഹോട്ടലുണ്ടല്ലോ, ഹോട്ടലിൻ്റെ പേര് ഞാനങ്ങ് മറന്നില്ല, നോക്കിക്കൊണ്ട് വന്നതാണ്. എന്നാൽ പി എ തുടങ്ങുന്നതിൻ്റെ പേരാണ് ഞാൻ മറന്നുപോയി. അവിടെ എപ്പോഴെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇത് നോക്കിയാൽ മതി. ഹാൻഡ്ലൂം പ്രൊഡ്യൂസർ കമ്പനി ബാലരാമപുരം നോക്കിയാൽ മതി. വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. ആ ലൊക്കേഷൻ കിട്ടാക്കാമെങ്കിൽ അതിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിത്തരും. അപ്പം അങ്ങനെ പോവുക. ബാലരാമപുരം ജംഗ്ഷനിൽ ഇച്ചിരി ഫ്രണ്ടിലേക്ക് പോയാൽ മതി. നെയ്യാറ്റിൻകര റോട്ടിൽ ഇച്ചിരി ഫ്രണ്ടിലേക്ക് പോയാൽ മതി. ബസ്സിന് പോകുന്നവരെല്ലാം അവിടെ ഇറങ്ങിയിട്ട് ഇച്ചിരി നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. 10-50 മീറ്റർ നടക്കാനുള്ള ദൂരമേ കാണത്തുള്ളത്. അല്ല എപ്പോഴെങ്കിലും തുണിയെടുക്കുക, ബാലരാമപുരം തുണിയെടുക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി ഒരിക്കലും നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ അഭിപ്രായങ്ങളെയും ഈ യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ നിന്നിട്ടേക്കുക. നമുക്കിനി പുതിയൊരു വീഡിയോയും കൊണ്ട് വരുന്നവരേക്കും ബൈ.